സ്ത്രീകളോട് പ്രായം ചോദിക്കരുതെന്നാണ് പറയുന്നത്, പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും 35 ഉള്ള ആളുകളാണ്. 50 മേളിലുണ്ട് അല്ലേ? 63, 60, 53. താഴോട്ട് വരുന്നതോറും 35കാരുണ്ടോ? 35കാരുണ്ടോ? 30കാരുണ്ട്. അപ്പം 30 മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു ടീമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ശ്രീവിനായക നൃത്ത സംഘങ്ങളുടെ അടുത്താണ്. ഇവരുടെ കൈകൊട്ടിക്കളി ഒക്കെ നമുക്കൊന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകിലു വന്നെന്റെ കൈലാസനാഥ. ഒന്നാനാം അമ്പെടുത്തു രാമനയ്യണ നേരമതയോ ചെങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുത്തിയായി. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകിലു വന്നെന്റെ കൈലാസനാഥ. പൊന്നുമകൻ മേഘനാഥനും സോദരരും സർവരും ഇന്ന് എന്നെ വിട്ട് പോയതല്ലോ കലപുരി തന്നിൽ. പശ്ചാത്താപം നിറയണ രാമന്റെ ശരമുലയ മോക്ഷത്തിൻ പടി കടക്കാൻ മുഖമോദിച്ചല്ലോ. കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേട്ടാതിനെയും വൈകരുതേ നീ. കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേട്ടാതിനിയും വൈകരുതേ നീ. ഒന്നാനാം അമ്പെടുത്തു രാമനയ്യണ നേരമതയോ വെങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുത്തിയായി. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകിലു വന്നെന്റെ കൈലാസനാഥ. നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ പേരെന്താ? കൈകൊട്ടിക്കളി. ഈ കൈകൊട്ടിക്കളി നടത്തുന്ന നിങ്ങളുടെ സംഘത്തിന്റെ പേരെന്താ? ശ്രീവിനായക. എത്ര വർഷമായി നിങ്ങൾ ഈ? 2009 ഫസ്റ്റിലാണ് കളിക്കുന്നത്. അതിന് ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കളിക്കാനുള്ള ഞങ്ങൾ ഈ തിരുവാതിര കളിക്കാനുള്ള പിന്നെ മത്സരത്തിനും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ ജില്ലയിലും മീൻസ് താലൂക്കിലൊക്കെ പോയി ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ FM റേഡിയോയുടെയും സർഗക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ കളിക്കാൻ പോയി. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് പ്രസൻറ്റേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഓരോ ജോലിക്കും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാവരും അതിന് പ്രാക്ടീസ് ചെയ്യുകയും ഞങ്ങൾ വലിയ രീതിയിലുള്ള ഇതൊന്നും ആണെന്നല്ല എങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കൂടെയുള്ള എല്ലാവരും. അത് ഞാനും തന്നെയല്ല, അതിന് പ്രത്യേക ലീഡറോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ഇടും, പാട്ടുകൾ കണ്ടുപിടിക്കും. പിന്നെ തിരുവാതിര ഞാൻ പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കളിക്കാത്ത ആൾക്കാർക്കും അത് ഭയങ്കര അവർക്കൊക്കെ ഇതുപോലെ പ്രചോദനമായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റേജിൽ കയറി കളിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടാനും പല ആരും ഇങ്ങനെ വിളിച്ച് ഞങ്ങളോട് കളിക്കാനൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് ഇന്ന ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ള ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് ഇതിൻ്റെ മത്സരത്തിരുവാതിരയ്ക്ക് പോകുമ്പോൾ പാട്ടുകാരുണ്ട്. ഞങ്ങൾ ലൈല, ഫ്രാൻസിസ്, അങ്ങനെ വേറൊരാളും കൂടി അത് ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ആ പാട്ടറിയാവുന്നവർ തന്നെ പാടുകയും 2 പേര് പാട്ട്, 8 പേര് തിരുവാതിര, അങ്ങനെ ഞങ്ങൾ പോയി മത്സരത്തിന് അങ്ങനെയാണ് പോകാറ്. പിന്നെ കൈകൊട്ടിക്കളിക്ക് എത്ര പേര് വേണേലും കളിക്കാം. ഞങ്ങൾ പാര് വേണം, 2 പേര് പാര് വേണമെന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ 8 പേരാണ് കളിക്കുന്നത്. 10 പേര് വരെയും കളിക്കുന്നുണ്ടായിരുന്നു. 8 പേരാണ് ഇപ്പം കളിക്കുന്നത്. ഇനി ഇത് മുന്നോട്ടും തുടർന്ന് പോകണം എന്ന വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൻ്റെ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലൊരു നല്ലൊരു അഭിമാനമുണ്ട്. എല്ലാവരും വീട്ടമ്മമാരല്ലേ? എല്ലാവരും വീട്ടമ്മമാരാണ്. അപ്പം അതിന് ശേഷം നിങ്ങളുടെ പണികളൊക്കെ ശേഷമാണോ ഇത് ഈ പരിപാടിക്ക് പോകുന്നത്? അതെ അതെ അതെ. ഇതിന് വലിയ പ്രത്യേകിച്ച് ട്രെയിനിങ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ എന്നും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ഇവിടെ തിരുമേനിയുടെ വീട് ഇങ്ങനെ ഗീതമ്മ ഞങ്ങൾക്കത് ഈ സ്ഥലം ഒരുക്കി തന്നേക്കുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാവരും ചേരും. ഇവിടുന്ന് ഇങ്ങനെ കളിച്ചൊരു ക്ഷീണമൊക്കെ വരുമ്പോൾ പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് തന്നെ പലഹാരങ്ങളും വെള്ളവും ചിലപ്പോൾ ചായയൊക്കെ ഇട്ട് തരും. പുള്ളിക്കാർക്ക് സന്തോഷമുള്ളൂ, തിരുമേനിക്കും അത് സന്തോഷമുള്ളൂ. മോൻ ഇവിടെ തന്നെയുള്ളെങ്കിലും ചേച്ചിയൊക്കെ പ്രാക്ടീസ് ചെയ്തു, അമ്മ ഇപ്പോൾ എത്തിക്കോളൂ. ആ സ്ഥലം ഞങ്ങൾക്ക് നേരത്തെ മുറിയിൽ ആയിരുന്നു, മഴയൊക്കെ ഉള്ളപ്പോൾ മുറിക്കകത്ത് തന്നെയാണ്. അവർക്ക് ആർക്കും അതിനൊരു അസൗകര്യമായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. വനിതകളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ? വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും ഇതിനൊക്കെ ഞങ്ങളോട് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ആ വേദികളിലൊക്കെ കാണാൻ വരികയും അതുപോലെയാണ് ഞങ്ങൾ ഈ വാർഡിൻ്റെ കുടുംബശ്രീയുടെ തന്നെ ചെയർപേഴ്സൺ ഞങ്ങൾ എവിടെ പോയാലും വരും. അതുപോലെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ഇതിന് നല്ല ഉഷ ചേച്ചി നല്ല ഒരു പ്രചോദനം ഞങ്ങൾക്ക് തരുന്നു. എവിടെ കളിയുണ്ടെങ്കിലും ഞങ്ങളോട് വിളിച്ച് പറയുകയും ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുക, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്.
ഈ കൈകൊട്ടിക്കളിക്ക് പുറമെ നിങ്ങൾ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് സാധാരണ ചെയ്യാറുള്ളത്? മെഗാ തിരുവാതിര കളിച്ചിട്ടുണ്ട്. മെഗാ തിരുവാതിര എന്ന് പറയുന്നത് എന്താ? അത് 100 പേരൊക്കെ മിച്ചം ഉണ്ടായിരുന്നു. 108 പേര്. അപ്പം ഇത് നിങ്ങളുടെ സംഘം തന്നെയാണോ 108 പേരും? അല്ല, പല സ്ഥലത്തു നിന്ന് വന്നവർ. പല തിരുവാതിര സംഘംകാർ ചേർന്ന് മെഗാ തിരുവാതിരയായിട്ട് കളിക്കുന്നതാണ്. അത് പാറേക്കാവ് ഏഴാശ്ശേരി അമ്പലത്തിൽ കളിച്ചിട്ടുണ്ട് അല്ലേ? തിരുവാതിരയും പാട്ടും CD ആയിട്ട് ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യും. എല്ലാം ഗ്രൂപ്പുകാർ അങ്ങനെ പഠിച്ചാണ് പോയി മെഗാ തിരുവാതിര കളിക്കുന്നത്. അപ്പോൾ ഈ 108 പേരെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു അന്നേരം? ഓരോ ഗ്രൂപ്പുകൾ വരും. ഗ്രൂപ്പുകാരുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകാരെ ഇതറിയിക്കും, അതിന്റെ CD അയച്ചു കൊടുക്കും. അവരത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും അവരവർ സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് മെഗാ തിരുവാതിര. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ വേറെ സംഘക്കാർ വേറെ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം നിങ്ങൾ വ്യത്യസ്തമായ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ സ്ത്രീകളോട് പ്രായം ചോദിക്കരുതെന്നാണ് പറയുന്നത്, പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും 35 ഉള്ള ആളുകളാണ്. അമ്മള് മേളിലുണ്ട് അല്ലേ? അപ്പം ഈ തിരുവാതിര കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവരും 35 വയസ്സിൽ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നല്ല ഊർജ്ജസ്വലമായിട്ട് ഈ കൈകൊട്ടിക്കളി കളിച്ചു. പക്ഷേ യഥാർത്ഥ വയസ്സ് എത്ര വരെയുണ്ട്? ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് എത്ര വയസ്സുണ്ട്? 63 വയസ്സുണ്ട്. 63, 60, 53, താഴോട്ട് വരുന്നതോറും 35കാരുണ്ടോ? 35കാരുണ്ടോ? 30കാരുണ്ട്. അപ്പം 30 മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു ടീമാണ് ഈ തിരുവാതിര കളി ഇവിടെ നടത്തിയിരിക്കുന്നത് അല്ലേ? തിരുവാതിരയും കൈകൊട്ടിക്കളി. അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഒരു പ്രചോദനമല്ലേ? ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങളാണ് ആദ്യം കൈകൊട്ടിക്കളി കളിക്കുന്നത്. ഞങ്ങൾ കളി തുടങ്ങിയതിന് ശേഷമാണ് ഈ കർണാട്ടിൽ വേറെ ആൾക്കാർ. വേറെ ഇതുവരെ തിരുവാതിര ഗ്രൂപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ എന്നാലും ഈ 10-16 വർഷം മുമ്പ് തുടങ്ങിയ കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത് ആരാ? ഈ അനിതയാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തത് ആരാ? സിബിച്ചേട്ടനാ. സിബിച്ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. സിബിച്ചേട്ടൻ വന്നേ. അതെ, ഇത് നമ്മുടെ സിബി അഴകംപറമ്പിൽ. സിബി, ഇവിടെ ഈ പരിപാടി നിങ്ങളുടെ ഈ വർഷത്തെ ജലോത്സവത്തിന് സംഘടിപ്പിച്ചിരുന്നു. അപ്പം അന്നേരമാണ് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നത്.
അപ്പോൾ അന്നേരം നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് സിബിക്ക് ഇവരെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? എല്ലാവരും നേരത്തെ പരിചയമുള്ള ആളുകളാണ്. നമ്മുടെ അസോസിയേഷൻ്റെ കളി കളിച്ചിരുന്നു. കളിച്ചിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട്. അപ്പം സിബി ഇൻട്രസ്റ്റ് എടുത്താണെന്ന് ഈ ജലോത്സവത്തിൽ പങ്കെടുത്തു. അപ്പം നമുക്ക് എന്തൊക്കെയായാലും ഇന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ അവസരം തന്ന സിബിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഇന്നിവിടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ചേച്ചിയുടെ വീട്ടിൽ വെച്ചല്ലേ അല്ലേ? അപ്പം ഗീത ചേച്ചിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ ഓരോരുത്തരുടെ പേരെന്ന് പറയാമോ? ഗായത്രി. എന്ത് ചെയ്യുക? ഹൗസ് വൈഫാണ്. ഇവിടെ കർണാടകത്തിൽ തന്നെ അല്ലേ? ഹൗസ് വൈഫാ. ഗീത ചേച്ചി അല്ലേ? ഇവിടെ തന്നെ താമസിക്കുന്നു. ഹൗസ് വൈഫാണ്. അല്ല, ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. ജോലിയാണ്. വിസിബിൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ഞാൻ എൻ്റെ പേര് ലതാ സിബി. ഇവിടെ അടുത്ത കാലത്ത് മുകളിലായിട്ടാണ് വീട്. ഞാനും ഒരു ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രായമുള്ള ചേച്ചിയുടെ പേര് ഓമന. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അതെ. എന്നായാലും ഓമന ചേച്ചിയുടെ വീട് കർണാടകത്തിൽ തന്നെ, എല്ലാവരും അടുത്ത് തന്നെയാണ് അല്ലേ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. അനിത രാജു പരിചയപ്പെട്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകുന്നു അല്ലേ? ഞാൻ രമണി കൃഷ്ണൻകുട്ടി, ഹൗസ് വൈഫാണ്. പിന്നെ ജനീയ ഹോട്ടല് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹോട്ടലിൽ പോകുന്നുണ്ട്. അശ്വതി രാജീവ്, കോട്ടയം മെഡിക്കൽ കോളേജ് നേഴ്സായിട്ട്. നേഴ്സായിട്ട്. അപ്പോൾ ഒരു നേഴ്സും ഉണ്ട്, ഒരു സർക്കാർ ജോലിക്കാരി ഇതിനകത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ച സിബിയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ജോലിക്കും അടയ്ക്കും ഇങ്ങനെ ഈ പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടി വരികയും അതുപോലെ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ലീവ് എടുത്തോ? ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് വരികയും ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി.
അച്യുതൻ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.